അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇതിന്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ കുറെ ദിവസത്തിന് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. വേറെ ഒന്നല്ല, എന്റെ എല്ലാ ദിവസവും ഒരേപോലെയാണ്. അപ്പൊ നിങ്ങളെ കണ്ട് കണ്ട് വെറുപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് പെരുന്നാളിന്റെ വീഡിയോ ആണ്. രാവിലെ ഞങ്ങൾക്ക് പുട്ടും ചിക്കൻ കറി ചായ ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ഇവിടെ മന്തി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ്. രാത്രി ഞങ്ങൾക്ക് ഒരു വിരുന്നേരമൊക്കെ ഉണ്ട്. അപ്പൊ രാത്രി കഴിക്കാനാണിത്. ഉച്ചക്കൊക്കെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്താണ് ഭക്ഷണം. ഉമ്മച്ചി അപ്പൊ എല്ലാം സെറ്റാക്കി വെച്ച് ദമ്മിടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഡ്രസ്സും മാറ്റിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ആദ്യം ഞങ്ങൾ തറവാട്ടിക്കാണ് പോകുന്നത്. അവിടെ ഉള്ളവരൊക്കെ കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയി അവരൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ കൂട്ടായിക്ക് പോവാണ്. കൂട്ടായി പോണ വഴിയിൽ റിഫത്താത്തനെ എടുക്കാനുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ അല്ലും മോളൊക്കെ നല്ല ഉറക്കാണ് ആ സമയത്ത്. ഇന്ന് നേരത്തെ എണീറ്റോണ്ടാണ് അവർക്ക് അത്ര ക്ഷീണമുള്ളത്. അപ്പൊ ഇതാണ് റിഫത്താത്തനൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് കൂട്ടായിക്ക് പോവാണ്. അപ്പൊ ഇതാണ് പുതിയതായിട്ട് വന്ന ഒരു പാലാണ്, നായർത്തോട് പാലാണ്. നല്ല രസമാണ് ഇവിടെ കാണാന്. ഈ ഒരു വൈകുന്നേരം ആ സമയമാകുമ്പോൾ വരുമ്പോഴാണ് നല്ല രസം ഉണ്ടാക്കാണ്. ഇപ്പൊ നമ്മൾ നട്ടുച്ചക്കാണ് പോണത്. അപ്പൊ അത്ര രസമൊന്നും ഉണ്ടാവില്ല. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ കൂട്ടായിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഉള്ളിൽ കയറിയപ്പോ എല്ലാരും ഭക്ഷണം ഉണ്ടാക്കണ തിരക്കിലൊക്കെയാണ്. പോയ പാടെ തന്നെ മുന്തിരി ജ്യൂസൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് കഴിക്കാനായിട്ടുണ്ട്. നല്ല ബീഫ് കറിയും ചോറും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബീഫ് കൂട്ടാത്തോണ്ട് ഞാൻ ബീഫ് എടുത്തില്ല, ബാക്കി എല്ലാതും എടുത്തിട്ടുണ്ട്. ആ ബീഫ് കറിയിൽ ചോറും കൂട്ടി ആ പപ്പടയിട്ടും ആ തൈരൊക്കെ കുഴച്ച് ആ കയ്പ്പക്കച്ചാറും പിന്നെ മാങ്ങ ക്യാരറ്റ് അച്ചാറിട്ടതും എടുത്തോണ്ടൊരു പിടി പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഉമ്മച്ചും മൂസാത്തും എല്ലാവരും കൂടി ഇവിടെ വൈകുന്നേരക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാണ്. അപ്പൊ നമ്മൾ വൈകുന്നേരക്ക് സ്പെഷ്യൽ ഇറച്ചി കേക്കാണ് കേട്ടോ. അപ്പൊ മൂസത്താത്ത ഇവിടെ ഇതാ അരിഞ്ഞോണ്ടിരിക്കാണ്. ഞാൻ ആ സമയത്ത് അവിടെ അങ്ങനെ ബോറടിച്ചൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ചായ കുടിക്കാനുള്ള സമയമായി. അപ്പൊ എല്ലാതും ടേബിൾമ കൊടുത്തുവച്ചു. അങ്ങനെ എല്ലാരും ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ഇവിടെ കുട്ടികളെല്ലാരും കളിക്കാണ്. പിന്നെ ഇവര് പോയിട്ടോ കുട്ടികളൊക്കെ. അതിന് ഞങ്ങളെല്ലാരും ഞങ്ങളെ വീട്ടിക്ക് കൂട്ടുകാരുള്ളവരൊക്കെ കൊണ്ടുപോവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പാലം, നായർത്തോട് പാലം. അത് പോകുമ്പോൾ നമ്മൾ അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കണ്ടോ, ഇപ്പൊ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരം ആ സമയമൊക്കെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവുന്നു. അപ്പൊ ആൾക്കാരൊക്കെ വന്ന് അവിടെ തിരക്കൊക്കെയായിരുന്നു. ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടിരിക്കുകയായിരുന്നു. അതിനെ കുറച്ചാണ് വണ്ടി നീങ്ങണത്. ആ സമയത്ത് ഞങ്ങൾ ബൈക്കിലുള്ളവരിങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. പിന്നെ കുറച്ച് രാത്രിയൊക്കെ ആയി. ഞങ്ങൾ കർമ്മയിലൊക്കെ പോയി പിന്നെ വീട്ടിലെത്താന് നല്ല രസമുണ്ടായിരുന്നു. കർമ്മയിലൊക്കെ എന്താ തിരക്കെന്ന് പറഞ്ഞാല് അത്ര തിരക്കായിരുന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പതുക്കെ വണ്ടി പോണത്. പിന്നെ അവിടെ എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറാൻ നിന്നില്ല, കാരണം അത്രക്ക് തിരക്കായിരുന്നു. ചിലപ്പോൾ ഞങ്ങളൊക്കെ കാണാണ്ടാവും അവിടെ ഇവിടെ തിരക്കി പെട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് അതും ഇതൊക്കെ കഴിക്കാന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വച്ച് കഴിക്കുകയാണ്. പിന്നെ മറ്റേ കാസർഗോഡാ കണ്ണൂർക്കാരുടെ എന്താ പറയുക, കൊള്ളിക്കച്ചി അങ്ങനെ എന്തോ പറയുന്ന സാധനം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കഴിക്കുകയാണ്. എല്ലാവരും പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സവാള അരിഞ്ഞിടാണെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞങ്ങളിതാ പോവാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ പോണ വഴിക്ക് കുറെ ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പുഡിങ് ഉണ്ടാക്കിയതാണ്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മന്തി കഴിക്കുകയാണ്. മന്തി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ആവാണ്. പിന്നെ എടുക്കാനുള്ള ഒരു
ഇതുണ്ടായിട്ടില്ല. എല്ലാവരും റൂമിലും എന്നൊക്കെ അതൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അതുകൊണ്ട് ബാക്കി എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഉമ്മച്ചി ഇവിടെ ദമ്മൊക്കെ പൊട്ടിച്ച് മയോണൈസൊക്കെ ആ സമയത്ത് ഉമ്മച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും സെറ്റാക്കി വെച്ചു. എല്ലാരും ഒക്കെ ഇരുന്ന് കഥ പറഞ്ഞു ഭക്ഷണം കഴിക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തി. ഇവര് വന്നത് എന്നെ കൂട്ടായിന് ഇന്ന് പോന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഒരു 10 മണിയൊക്കെയായി. ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ 11 മണിയായി. പിന്നെ അവര് പിറ്റേ ദിവസമാണ് പോയത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.